അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ 5 ടോപ്പിക് ഓൾറെഡി കവർ ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റാപ്പ് ആൻഡ് പേജ് ബ്രേക്സ് ആണ്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് നോക്കാം. റാപ്പ് എന്ന ഫംഗ്ഷനാലിറ്റി എങ്ങനെ ഉപയോഗിക്കാം. അതിനൊരു ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഷേപ്പ് ഡ്രോ ചെയ്യാണ്. ഷേപ്പ് ഡ്രോ ചെയ്യാൻ ഇൻസേർട്ടിൽ പോവുക, ഒരുപാട് ഷേപ്പ് കാണാം. ഞാനിപ്പോൾ സപ്പോസ് ഇവിടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യാണ്. ഞാൻ സർക്കിൾ ഡ്രോ ചെയ്തു. അപ്പോൾ ഈ സർക്കിളിൻ്റെ പ്രത്യേകത, ഈ സർക്കിൾ ഞാൻ ഡ്രോ ചെയ്ത് എവിടെ മൂവ് ചെയ്താലും അത് ഞാൻ എഴുതിയതിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്. അത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എവിടെയാണോ ഡ്രോ ചെയ്തത് അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലുള്ള ഒരു ഓപ്ഷനാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് പലതരത്തിലുള്ള ഓപ്ഷൻ, ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് മറഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിത് റൈറ്റ് അപ്പിൻ്റെ അവിടെ എടുക്കുകയാണെന്നുവെച്ചെങ്കിൽ ഞാൻ എവിടെയാണോ ഇടുന്നത് അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലേക്കുമായിട്ട് ടെക്സ്റ്റ് നീങ്ങുന്നതായിട്ട് കാണാം. അതാണ് റാപ്പ് ടെക്സ്റ്റിലെ ഇൻ ലൈൻ വിത്ത് ദ ടെക്സ്റ്റ്. ഇനി അതല്ല, എനിക്ക് റാപ്പ് ടെക്സ്റ്റിൽ തന്നെ സ്ക്വയർ ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, സ്ക്വയർ റാപ്പിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മൾ എടുക്കുമ്പോൾ ആ സ്ക്വയർ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള സ്ഥലത്തിലേക്ക് ടെക്സ്റ്റ് നീങ്ങിപ്പോകും. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് റാപ്പ് എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പേജ് ബ്രേക്ക് ആണ്. പേജ് ബ്രേക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 2 പാരഗ്രാഫിൻ്റെ ഇടയിൽ ഒരു പേജ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇൻസേർട്ട് ഓപ്ഷൻ പോവുക. ഇവിടെയാണ് പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ പേജ് ബ്രേക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ 2 പാരഗ്രാഫിൻ്റെ ഇടയിൽ ഒരു പേജ് ബ്രേക്ക് ഉണ്ടായി എന്നുള്ളത്. ഓക്കെ, അതാണ് മൈക്രോസോഫ്റ്റ് വേർഡിൽ പേജ് ബ്രേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി നമ്മളുടെ ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ ഡോക്ക് നമ്മൾ എടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഷേപ്പ് ഡ്രോ ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് പോവുക, ഡ്രോയിങ്സ് നിങ്ങൾക്ക് കാണാം. ആ ഡ്രോയിങ്സിൽ ന്യൂ ഡ്രോയിങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ ഡ്രോയിങ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഇവിടെ ഷേപ്പിൽ സർക്കിൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. സർക്കിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് സേവ് ആൻഡ് ക്ലോസ് അമർത്തി. ആ സർക്കിൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങളിവിടെ ഈ സർക്കിളിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇമേജ് ഓപ്ഷൻസ്. ഓക്കെ, ഇമേജ് ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടെക്സ്റ്റ് റാപ്പിംഗ് ഇതേപോലെ തന്നെ ഇൻലൈൻ വിത്ത് ദ ടെക്സ്റ്റ്, റാപ്പ് ടെക്സ്റ്റ്, ബ്രേക്ക് ടെക്സ്റ്റ്, ഇങ്ങനെ ഓപ്ഷൻസ് കാണാം. ഇതിപ്പോൾ ഇൻലൈൻ വിത്ത് ദ ടെക്സ്റ്റ് ആണ് ഓൾറെഡി സെലക്ട് ചെയ്യുന്നത്. റാപ്പ് ടെക്സ്റ്റ് ആണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എവിടെയാണോ കൊണ്ടുവയ്ക്കുന്നത് ആ സ്ക്വയർ മാത്രം, നമ്മൾ വേർഡിൽ കണ്ട പോലെ തന്നെ ആ സ്ക്വയർ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള വശത്തേക്ക് ടെക്സ്റ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നീക്കാൻ സാധിക്കും. ബ്രേക്ക് ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടെക്സ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട്, നമ്മൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഓഫൺ റെഫർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ടെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓപ്ഷൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സൈസ് റൊട്ടേഷൻ, ബെഡ്ത്ത് കൂട്ടുന്നതിനും പലതരത്തിലുള്ള ഓപ്ഷൻ, നമ്മൾ വരച്ചിരിക്കുന്ന ഫിഗറിൻ്റെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പൊസിഷൻ ചേഞ്ചിങ്, എങ്ങനെ എക്സാക്റ്റ് ആയിട്ട് XY കോർഡിനേറ്റ്സ് എഴുതി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് എങ്ങോട്ട് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇത് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഗൂഗിൾ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നതാണ്.